എന്തോന്ന് ചെയ്യണം? കുറെ നേരമായല്ലോ. രാവിലെ തൊട്ട് തുടങ്ങി എഴുത്താണ്. ഇവിടെ എന്തൊക്കെ പണി കിടക്കണം, അതിനിടയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നല്ലോ. നോക്കട്ടെ. കൊറേ നേരമായല്ലോ, കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞെങ്കിൽ പിന്നെ എഴുതിക്കൊണ്ടിരിക്കൂ. രാവിലെ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്, കുറെ ഫയലൊക്കെ എടുത്തു വെച്ചോണ്ട്. അത് കഴിഞ്ഞിതാ ഇവിടെ വന്നിരുന്ന് എഴുതുന്നത്. നിങ്ങൾക്ക് ഓഫീസിലെ പണി ഇത്രയും ബാക്കിയായി പെൻഡിങ് വരുന്ന? എടി, ഇത് ഓഫീസിലെ പണിയല്ല, ഈ വീട്ടിലെ കണക്കുകളാണ് എഴുതുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു മാസം എത്ര രൂപയാണ് ഈ വീട്ടിൽ ചിലവാണെന്ന് നിനക്കറിയാമോ? വല്ല ബോധം ഉണ്ടോ നിനക്ക്? അവിടെ ഇരുന്നിട്ട് ഓരോന്ന് അരിയില്ല, എണ്ണ ഇല്ല എന്ന് ഓരോന്ന് ഓർഡർ ഇട്ടാൽ മതിയല്ലോ. ആ, കമ്മല് വേണം, മാല വേണം, ബോറടിക്കുമ്പോ പറത്തി കളിക്കാനായിട്ട് പട്ടം വേണം, ഇതൊക്കെയാണല്ലോ ഞാൻ വിളിച്ചു പറയുന്നത്. അരി വേണം, പഞ്ചസാര വേണം, അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളാണ് പറയുന്നത്. 4 നേരം എല്ലാം കൂടി അവിടെ ഇരുന്നിട്ട് മണി ഓർഡർ ഇടുമല്ലോ, ഭക്ഷണം കൊണ്ടുപോകാന്ന്. അപ്പൊ ഞാൻ ഒന്ന് മന്ത്രം ജപിച്ച് കൊണ്ടുവരണോ? മണി, ഞാൻ അങ്ങനെ ഉദ്ദേശമൊന്നും അല്ല പറഞ്ഞത്. ഭയങ്കര പാഴ് ചെലവാണ് ഈ വീട്ടിൽ, ഒത്തിരി ചെലവുണ്ട്. അപ്പൊ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ ഇത് എന്റെ കൈ നിൽക്കൂല മണി. എത്ര രൂപയാണ് ഇവിടുത്തെ ചെലവെന്ന് അറിയാമോ? നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്തോന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു അധിക ചെലവാണ്, പാഴ് ചെലവാണെന്നല്ലേ? നീ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇത് ഒരു കാട് കയറാതെ, ഇത് ഭയങ്കര കഷ്ടം തന്നെ. ഓ, ഞാൻ ഇപ്പൊ വലിയ കഷ്ടം തന്നെ, വലിയ കഷ്ടമായി മാറിയിരിക്കണം ഞാനല്ലേ? നിങ്ങൾക്ക് പൊന്നെ തേനെ കരളെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കാറായിരുന്നു. ഇപ്പൊ ഞാൻ 2 പിള്ളേരെ തള്ളയെ കാണാൻ കൊള്ളൂല്ലാത്തവളായി, കഷ്ടപ്പാടായി, ബുദ്ധിമുട്ടായി അല്ലേ? മണി, ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ ആ നെഗറ്റീവ് വശം മാത്രം നീ ഇങ്ങനെ ചിന്തിച്ച് പറയാതെ മണി. വല്ലാത്തൊരു അവസ്ഥ തന്നെ ഇത്. എന്തോന്നും മണി ഇത്. ഇതാണ് പറയുന്നത് പെൺബുദ്ധി പിൻബുദ്ധി. ആ, ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ബുദ്ധിയില്ല, എനിക്ക് ബുദ്ധിയില്ല, കാണാൻ കൊള്ളൂല്ലാത്തവള്. എന്തൊക്കെ കുറ്റങ്ങളുണ്ട് ഇനി? വയസ്സാവും തോറും കുറ്റങ്ങൾ കൂടിയല്ലേ വരുള്ളൂ. പുതുമോടിയൊക്കെ മാറിയല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്നെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളാം. ഇതൊക്കെ പറയുന്നു അല്ല, ഇക്കണക്കിന് പോവാണെങ്കിൽ അത് തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്തോന്ന് പറഞ്ഞേ? ഞാൻ എന്തോന്ന് പറഞ്ഞു? എന്തോന്ന് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ട് ഇത്രയും കാലം ഭർത്താവ് മക്കളെന്നും പറഞ്ഞ് ഇവിടെ മരിച്ചു കിടന്ന് പണിയെടുത്തതിന് എനിക്ക് ഇത് തന്നെ കേട്ടാ. എത്ര നല്ല കല്യാണാലോചന വന്ന് നല്ലൊരു ജീവിതം കിട്ടേണ്ട ഞാനാണ് ഇവിടെ കിടന്ന് നരകിച്ച് എന്റെ ജീവിതം. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഇതിങ്ങനെയൊക്കെ. നീ എങ്ങനെയൊക്കെ ചിന്തിക്കാതെ മണി. ഇവിടെ ഒന്നുമില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ചെലവിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലേ മണി. ചെലവ്, എല്ലാ ചെലവും ഞാനാണല്ലോ വരുത്തിയേക്കണേ. ഇവിടെ ബാക്കി ആർക്കും ഒരു ചെലവില്ല. എല്ലാ ചെലവിനും ഉത്തരവാദിത്വം ഞാൻ മാത്രമല്ലേ? അതൊക്കെ പറ. ഇവിടെ എന്തോ പിള്ളേരൊക്കെ കേക്ക്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ മണി. എന്നെ പറ്റി കുറ്റം പെടുത്തിയില്ല. ഇങ്ങനെ ഒരു മണി, ഞാൻ എന്ത് പറഞ്ഞു മണി? അവരൊക്കെ കേക്ക്. ഇവിടെ പിള്ളേരെ കൊള്ളാൻ മണി കരയാതെ മണി. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മണി. മണി ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാത്തോണ്ടാണ് അമ്മ ഇങ്ങനെ നടന്ന് കരയുന്നേ? ഇല്ലെന്ന് ഒരു നുള്ളു പോലും കൊടുക്കാതെ അവളെ ഞാൻ വളർത്തിയത്. അവിടെ കണ്ണൊന്നും ഇറങ്ങ അളിയനെ വെച്ചേക്കത്തില്ല. എന്റെ തനി സ്വഭാവം അറിയാമല്ലോ. എന്റെ ദൈവമേ, ഈ വീട്ടിലുള്ള ആർക്കും ഒരു ബോധം ഇല്ലല്ലോ. എന്തിനാണോ അങ്ങനെ പറയുന്നത്? ഇപ്പം എന്റെ പൊന്നു ചിന്നു, ഞാൻ ഈ മാസത്തെ വരവ് ചെലവ് കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കരുത്. അപ്പം മണി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മാസം ചെലവ് വളരെ കൂടുതലാണ്, പാഴ്ചെലവുകൾ ഒത്തിരി ആണെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ട് ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവള് നിലവിളിക്കുകയാണ്. അതൊന്നും അല്ല, നിങ്ങൾ എന്നെ ഡൈവോഴ്സ് ചെയ്യുന്നു പറഞ്ഞില്ലേ? ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞിട്ടില്ല മണി. പറഞ്ഞു എന്റെ ചെവിയിൽ ഇപ്പോഴും പൊണങ്ങി കേൾക്കുന്നു. ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അമ്മ എന്തിനമ്മ വിഷമിക്കണേ? സന്തോഷിക്കല്ലേ വേണ്ടത്? മാമ ഇതിനെക്കാട്ടും നല്ലൊരു പയ്യനെ അമ്മയ്ക്ക് കണ്ടുപിടിച്ച് തരും. ആ, വേണ്ടി വന്നാല് രാജസ്ഥാൻ കൊട്ടാരത്തിൽ നിന്ന് വരെ ഞാൻ സംബന്ധാലോചന നിനക്ക് കൊണ്ടുവന്ന് തരും. പക്ഷേ എന്തോന്ന് പറയണേ? പറഞ്ഞു എവിടെ കയറി പോണു? അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരോടും കൂടി ചേർന്നാണ് പറഞ്ഞത്. ഈ വീട്ടിൽ ഒത്തിരി അനാവശ്യ ചെലവുകളുണ്ട്. ഇതാ കണ്ടാ, ഇലക്ട്രിസിറ്റി 5500 രൂപ. എപ്പോഴും ഇവിടെ ലൈറ്റും ഫാനും ഒക്കെ ചുമ്മാ കിടക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം ചുമ്മാ ഒഴുക്കി കളയാണ്. ചെടിയുടെ മുട്ടിലും അവിടെ ഇവിടെയൊക്കെ. ഇങ്ങനെയുള്ള ചെലവുകൾ കുറച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ കൈ നിൽക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതനുസരിച്ച് പോണം മുന്നോട്ട്. പിടികിട്ടിയ എല്ലാം പിടികിട്ടി. എന്തോ മണിക്കുട്ടാണ 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ ചിന്നു. ആ ചെലവിന്റെ കാര്യം അളിയ സൂചിപ്പിച്ചത്. എന്നോടങ്ങനെ പറയണ്ടായിരുന്നു അളിയ.
അളിയനെയും അളിയന്റെ മകളെ എന്റെ പിള്ളേരെയും കാണാൻ വേണ്ടി വല്ലപ്പോഴും ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. അളിയന് ഇഷ്ടമല്ലേ പറഞ്ഞാൽ മതി, ഞാനേ പോയിക്കൊള്ളാം. വിഷമിക്കില്ല അണ്ണാ. അല്ല ഞാൻ പോവാ. അപ്പൊ ഇത് പാരമ്പര്യമാണല്ലേ? എന്ത്? അല്ല, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞങ്ങ് സമർത്ഥിപ്പിക്കുക. കണ്ടോ പെങ്ങളെ, അപ്പം അളിയന്റെ മനസ്സിൽ ഞങ്ങളും നിങ്ങളും ഒക്കെ ആയി. ഞാൻ പോവാ. എന്തൊക്കെയാ മണിക്കുട്ടാണ് ഈ പറയുന്നേ? എന്തോ ദൈവമേ, ശരിയാത്തില്ല. ഒരുത്തരുടെ തലയ്ക്കകത്തൊന്നുമില്ല. ഞാൻ പോണു, മാറില്ല. എടി അത് അളിയനുമായിട്ട് ശരിയാത്തില്ല പെങ്ങളെ, ഞാൻ പോവാ. മാമ എങ്ങോട്ട് പോണ്? മാമ പോണ്ട. അച്ഛ അദ്ദേഹം വന്ന ചെലവിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അതിനാര് പോണ്? ആഹാ, അപ്പൊ ഈ കരച്ചിലൊക്കെ മാമന്റെ ഒരു അടവായിരുന്നല്ലേ? മണിക്കുട്ടാണ് ആരാ മോൻ? ഭാർഗവൻ പിള്ളയുടെ. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും വരവ് ചുരുക്കി ജീവിക്കാൻ പഠിക്കണം. അല്ല, ചെലവ് ചുരുക്കി ജീവിക്കാൻ പഠിക്കണം. മാമ ഞങ്ങൾ അനാവശ്യമായിട്ട് ചെലവൊന്നും നടത്താറില്ല. ഇല്ല ഇല്ല. അല്ലേ അമ്മ? നിന്റെ ഒന്നും കാര്യം എനിക്കറിയണ്ട, പക്ഷെ ഞാൻ ഇതുവരെ ഒരു അധിക ചെലവ് വരുത്തിയിട്ടില്ല. ഞാൻ പോണില്ല. അവിടെ സ്വന്തം എനിക്കറിയാം. ഒരു അവസരം കിട്ടിയപ്പോ അങ്ങ് തള്ളി പറയല്ലേ അമ്മ? നീ ഒരു കാര്യം ചെയ്യ്, നീ പഠിച്ച് എത്രയും വേഗം ഒരു ജോലി വാങ്ങും. അപ്പൊ തന്നെ രവിയണ്ണന്റെ ഭാരം പകുതി കുറയും. ശരിയാ കേട്ടോ? അതെ, വേറൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നീ വാ. എന്ത് ചെയ്യും?